ഒത്തൊരുമയുടെ കഥ പറയുന്ന സന്തോഷ വാർത്തയിലേക്കാണ് ഷെക്കേന ന്യൂസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. പ്രസ്തുത വചനം അനർത്ഥമാക്കിയ ദിനമായിരുന്നു ജൂൺ 19, 2025 വ്യാഴാഴ്ച. അന്നാണ് തിരുസഭ ലോകമെമ്പാടും ഈശോയുടെ തിരുശരീര രക്തങ്ങളുടെ കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ആഘോഷിച്ചത്. എന്നാൽ ലെബനോനിലെ ക്രൈസ്തവർക്കിത് ഇരട്ടി മധുരത്തിൻ്റെ ദിനമായിരുന്നു. വർഷത്തിലൊരിക്കൽ ലെബനോനിലെ സാലയിലുള്ള കത്തോലിക്കർ മെൽഖൈറ്റ്, മാരോനൈറ്റ്, ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് എന്നീ ക്രൈസ്തവ വിഭാഗങ്ങളിലെ ആത്മീയ നേതാക്കന്മാരും ആത്മാരും ഒന്നു ചേർന്ന് ഐക്യത്തിൻ്റെ മഹത്തായ ഒരു മാതൃക ലോകത്തിനും പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങൾക്കും നൽകി വരുന്നുണ്ട്. അതിന് കാരണവുമുണ്ട്. ഒരുപക്ഷെ ലെബനോനിലെ ക്രൈസ്തവരുടെ ഈ ഒന്നുചേരലിന് ഏകദേശം 200 വർഷത്തെ പാരമ്പര്യവുമുണ്ട്. മെഡിറ്ററേനിയൻ കടലിൻ്റെ കിഴക്കേ അതിരിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ലെബനോൻ. സ്വിറ്റ്സർലൻഡ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ലെബനോൻ ഒരു പശ്ചിമേഷ്യൻ രാജ്യമാണ്. വിശുദ്ധ ബൈബിളിൽ പല പ്രാവശ്യവും ലെബനോൻ എന്ന പ്രദേശം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ദേവദാരു വൃക്ഷങ്ങൾക്ക് പേരുകേട്ട ലെബനോനിനെ ദ ലാൻഡ് ഓഫ് സേദർ എന്നും കൂടി വിളിക്കുന്നുണ്ട്. വടക്ക് കിഴക്ക് സിറിയയും തെക്ക് ഇസ്രായേലും പടിഞ്ഞാറ് മധ്യധരണ്യാഴിയുമായി അതിർത്തി പങ്കിടുന്ന ലെബനോൻ എന്ന പ്രദേശത്തിന് സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഫ്രഞ്ച് മാൻഡേറ്റ് പ്രകാരം 1920 ഗ്രേറ്റർ ലെബനോൻ എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1926 റിപ്പബ്ലിക് രാജ്യമാവുകയും 1943 സ്വതന്ത്ര രാഷ്ട്രമായി തീരുകയും ചെയ്തു. തീരപ്രദേശത്തോട് സമാന്തരമായി മലനിരകളുള്ള ഈ രാജ്യം ചരിത്ര പ്രസിദ്ധിയാർന്ന സംഭവങ്ങൾക്കും ലോകോത്തര ഭക്ഷണ വൈവിധ്യങ്ങൾക്കും പ്രകൃതി ഭംഗിക്കും പേരുകേട്ടതാണ്. പശ്ചിമേഷ്യയുടെ പാരീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബെയ്റൂട്ടാണ് ലെബനോന്റെ തലസ്ഥാന നഗരി. എന്നാൽ കഥ ആരംഭിക്കുന്നത് ഈ തലസ്ഥാന നഗരിയിലല്ല. ബെയ്റൂട്ടിൽ നിന്നും 55 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള വലിയൊരു നഗരമായ സാലയിലാണ്. കിഴക്കൻ ലെബനോനിൽ ബെക്ക താഴ്വരയിലാണ് സാലെ നഗരം സ്ഥിതി ചെയ്യുന്നത്. കൂടുതലും ഗ്രീക്ക് കത്തോലിക്കർ ഇടതിങ്ങി വസിക്കുന്ന ഇവിടം ക്രൈസ്തവരുടെ സാംസ്കാരിക നഗരമാണ്. പ്രകൃതി ഭംഗിക്ക് പ്രസിദ്ധിയാർജിച്ച ഈ നഗരം സമുദ്രനിരപ്പിൽ നിന്നും 3300 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മിക്കപ്പോഴും നല്ലൊരു കാലാവസ്ഥയായ ഈ പ്രദേശത്തിന് ബ്രൈഡ് ഓഫ് ദി ബെക്ക എന്നൊരു ഓമന പേരും കൂടിയുണ്ട്. ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരാം. 1825 ആണ്ട് ലെബനോൻ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിലകൊള്ളുന്ന സമയം. ബുബോണിക് പ്ലേഗ് എന്നറിയപ്പെടുന്ന പകർച്ചവ്യാധി ലോകമാസകലം പടർന്നു പിടിച്ച് അതിന്റെ 3ാം തരംഗം എന്നോണം ഓട്ടോമൻ സാമ്രാജ്യത്തിലെ പലയിടങ്ങളിലും കൂടുതലായി ലെബനോനിലും ഈ സാംക്രമിക രോഗം മനുഷ്യരാശിയെ കൊടിയ ദുരിതത്തിലാഴ്ത്തി. ഈച്ചകളും എലികളും വാഹകരായി മാറുന്ന എർസീനിയ പെസ്റ്റിസ് എന്ന ഇനം ബാക്ടീരിയ പരത്തുന്ന ബുബോണിക് പ്ലേഗിന്റെ ലക്ഷണം ദേഹമാസകലം വരുന്ന ബുബോസ് എന്നറിയപ്പെടുന്ന കുരുക്കളായിരുന്നു. ലെബനോന്റെ തീരദേശ നഗരങ്ങളായ ബെയ്റൂട്ട്, സീദോൺ, ട്രിപ്പോളി തുടങ്ങിയ നഗരങ്ങളിലായിരുന്നു പ്രധാനമായും പകർച്ചവ്യാധിയുടെ അതിപ്രസരം നടമാടിയത്. അതിൽ ഏറ്റവും കൂടുതലായി രോഗബാധിതരായവർ ലെബനോനിലെ അന്നത്തെ സാലെ പ്രദേശത്തുള്ളവരായിരുന്നു. ധാരാളം ആളുകൾ ഈ പകർച്ചവ്യാധിക്ക് ഇരയായി മരിച്ചു. കൊടുമ്പിരി കൊണ്ട ബുബോണിക് പ്ലേഗ് ദുരിതത്തിൽ സാലെ നഗരത്തിലെ കത്തോലിക്ക സഭയിലെ മെൽഖൈറ്റ് ഗ്രീക്ക് വിഭാഗത്തിലെ വൈദികർ വിശുദ്ധ കുർബാന അരുളിക്കായിലേന്തി ആഘോഷപൂർവമായ പ്രദക്ഷിണം സാലയുടെ തെരുവുകളിലൂടെ നടത്തി. ബുബോണിക് പ്ലേഗിന്റെ കെടുതിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ട് പോയിരുന്ന പദയാത്ര അവസാനിച്ചപ്പോൾ വലിയൊരു അത്ഭുതം സംഭവിച്ചു. നിരത്തുകളിലൂടെയുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് ശേഷം പകർച്ചവ്യാധി സാലെ നഗരത്തിൽ പൂർണ്ണമായും നിലച്ചു. എന്നാലും മറ്റിടങ്ങളിൽ രോഗലക്ഷണങ്ങൾ പിന്നെയും തുടർന്നിരുന്നു. ബുബോണിക് പ്ലേഗ് മൂലമുള്ള മരണങ്ങൾ സാലയിൽ പ്രസ്തുത ദിവ്യകാരുണ്യ അത്ഭുതത്തോടുകൂടി പൂർണ്ണമായും അവസാനിച്ചു. മതസമൂഹ ചേരിതിരിവുകളില്ലാതെ അന്ന് സാലയിൽ ജീവിച്ചിരുന്ന എല്ലാവർക്കും വ്യാധിയിൽ നിന്ന് പൂർണ്ണ സൗഖ്യവും ലഭിച്ചു. രാജാതിരാജനായ ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ സാന്നിധ്യവും കരുതലും അക്കാലത്തുണ്ടായിരുന്ന വ്യത്യസ്ത ക്രൈസ്തവ സമുദായങ്ങൾ ചേരിതിരിവുകളില്ലാതെ അനുഭവിച്ചു. അന്നു മുതൽ പിന്നീടുള്ള വർഷങ്ങളിൽ പരസ്പരം വ്യത്യസ്ത ആശയക്കുഴപ്പത്തിൽപ്പെട്ട് അകന്നു ജീവിച്ചിരുന്ന മെൽഖൈറ്റ് കത്തോലിക്കർ, മാരോനൈറ്റ്സ്, ഗ്രീക്ക് ഓർത്തഡോക്സ്, സിറിയൻ ഓർത്തഡോക്സ് വിഭാഗക്കാർ എല്ലാവരും ദിവ്യകാരുണ്യത്തിൻ കുടക്കീഴിൽ ഒറ്റ സമൂഹമായി കോർപ്പസ് ക്രിസ്തി തിരുനാളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന അപൂർവങ്ങളിലൊന്നായ ഒരു വിശ്വാസാനുഷ്ഠാനം ആരംഭിച്ചു. അത് ഇന്നും പതിറ്റാണ്ടുകളായി തുടർന്നു പോരുന്നു. ഈ വർഷം 2025 ജൂൺ 19 കോർപ്പസ് ക്രിസ്തി തിരുനാൾ ദിവസം പ്രസ്തുത ദിവ്യകാരുണ്യത്തിന്റെ 200ാം വാർഷികമാണ് ലെബനോനിലെ സാലെ നഗരത്തിൽ ആഘോഷിച്ചത്.
2 ദിവസത്തോളം ചരിത്രപ്രസിദ്ധമായ നഗരത്തിൽ ക്രിസ്തുരാജനെ എഴുന്നള്ളിച്ച തെരുവുകൾ പ്രാർത്ഥന കൊണ്ടും ദിവ്യകാരുണ്യ പ്രദക്ഷിണം കൊണ്ടും ഭക്തിസാന്ദ്രമായി. 2 നൂറ്റാണ്ടിന് മുൻപ് നടന്ന അത്ഭുതത്തെ, ക്രിസ്തുവിന്റെ മനുഷ്യരോടുള്ള അതിരറ്റ കരുണയെ, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോടുള്ള അനന്ത ദയയെ വിശ്വാസികൾ വാഴ്ത്തിപ്പാടി. സാലെ നഗരത്തിലെ മിക്ക ഇടവകകളിലും വെളുപ്പിന് 4 മണിയോടുകൂടി പള്ളിമണികൾ മുഴങ്ങി. നഗരത്തിലെങ്ങും ആരാധന ക്രമാനുഷ്ഠാനങ്ങൾ ഭക്തിപൂർവ്വം നടന്നു. യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്നതിലുള്ള തങ്ങളുടെ വിശ്വാസം ജനരാശികൾക്ക് മുമ്പിൽ പ്രഘോഷിക്കുവാൻ തങ്ങൾ ലജ്ജിക്കുന്നില്ലെന്ന് ബിഷപ്പ് ജോവിച്ച് പറഞ്ഞു. സത്യമായും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് വെറും ഒരു ഗോതമ്പപ്പ കഷ്ണമല്ലെന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ തിരുശരീര രക്തങ്ങളാണെന്നും എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന് പറഞ്ഞ പുത്രനായ ദൈവവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം പദാർത്ഥത്തിലും സത്തയിലും ഒന്ന് തന്നെയായ ഏകദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിച്ച് അനുഗ്രഹങ്ങളും സൗഖ്യവും പ്രാപിക്കുവാൻ നമുക്കിടയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.